അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. അവസാന ദിവസം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 549 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യക്ക് ലഞ്ച് ടൈം വരെ പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. മത്സരഫലം രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് റണ്ണടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ തോൽവി. ഗുവാഹത്തിയിൽ നടന്ന രണ്ടാം മത്സരത്തിൽ 408 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയുടെ ജയം. 549 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 140 റൺസിന് ആൾ ഔട്ടായി. കൊൽക്കത്തയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക 30 റൺസിന് ജയിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്ക ആദ്യമായാണ് ഇന്ത്യൻ മണ്ണിൽ ഒരു സമ്പൂർണ്ണ പരമ്പര സ്വന്തമാക്കുന്നത്. അഞ്ചാം ദിനമായ ബുധനാഴ്ച പ്രതിരോധിച്ച് നിന്നിരുന്നെങ്കിൽ പോലും ഇന്ത്യക്ക് തോൽവിയിൽ നിന്ന് ഒഴിവാക്കി സമനിലയെങ്കിലും നേടാമായിരുന്നു. പക്ഷേ ദക്ഷിണാഫ്രിക്ക സ്പിന്നർമാർക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് പിടിച്ചു നിൽക്കാനാകാതെ കുഴങ്ങി. അർദ്ധ സെഞ്ചുറി നേടിയ രവീന്ദ്ര ജഡേജയ്ക്ക് മാത്രമാണ് ഇന്ത്യൻ നിരയിൽ കുറച്ചെങ്കിലും പൊരുതിയത്. 87 പന്തുകൾ നേരിട്ട ജഡേജ 54 റൺസ് എടുത്ത് പുറത്തായി. കുൽദീപ് യാദവ് 38 പന്തിൽ 5 റൺസും ധ്രുവ് ജുറൽ 3 പന്തിൽ 2 റൺസും ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 16 പന്തിൽ 13 റൺസും സായി സുദർശൻ 139 പന്തിൽ 14 റൺസും വാഷിംഗ്ടൺ സുന്ദർ 44 പന്തിൽ 16ഉം നിതീഷ് കുമാർ റെഡ്ഡിയും മുഹമ്മദ് സിറാജും 0 എന്നിങ്ങനെയാണ് മറ്റ് ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനങ്ങൾ. അവസാന ദിനം കളി തുടങ്ങിയ പിന്നാലെ കുൽദീപ് യാദവിനെ സ്പിന്നർ സിമോൺ ഹാർമർ ബോൾഡാക്കി. ധ്രുവ് ജുറൽ വീണ്ടും നിരാശപ്പെടുത്തി. ഹാർമറിന്റെ പന്തിൽ മാക്രം കാച്ചെടുത്താണ് ജുറൽ മടങ്ങിയത്. ഒരു 6ഉം 4ഉം നേടിയ ഋഷഭ് പന്ത് സമാനമായ രീതിയിൽ പുറത്തായി. മധ്യനിരയിൽ രവീന്ദ്ര ജഡേജ പ്രതിരോധിച്ചു നിന്നതുകൊണ്ടാണ് ഇന്ത്യ 100 പിന്നിട്ടത്. വാലറ്റും വലിയ പോരാട്ടമില്ലാതെ കീഴടങ്ങിയതോടെ ഇന്ത്യ 140ന് പുറത്തായി. 23 ഓവറുകൾ പന്തെറിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ സിമോൺ ഹാർമർ 37 റൺസ് വഴങ്ങി 6 വിക്കറ്റുകൾ വീഴ്ത്തി. കേശവ് മഹാരാജ് 2ഉം മുത്തുസ്വാമി, മാർക്കോ യാൻസൻ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം നേടി. ആദ്യ ഇന്നിംഗ്സിൽ 93 റൺസും മത്സരത്തിലുടനീളം 7 വിക്കറ്റുകളും സ്വന്തമാക്കിയ ദക്ഷിണാഫ്രിക്കൻ പേസർ മാർക്കോ യാൻസനാണ് കളിയിലെ താരം. 17 വിക്കറ്റുകൾ സ്വന്തമാക്കിയ സ്പിന്നർ സിമോൺ ഹാർമറാണ് പരമ്പരയിലെ താരം.